ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴേ അളിയാ നമ്മുടെ അനിമോള്, ശൈത്യ, അബി, ഒനീല്, ഷാനവാസ് എല്ലാരും കൂടി ഇരുന്ന് ഭയങ്കരമായ സംസാരം നമ്മളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഡോറ് തുറന്ന് പെട്ടെന്ന് കയറിയപ്പോഴത്തേക്ക് അവരുടെ ടോക്ക് ഒന്ന് സ്റ്റക്കായി. ഉടനെ ഷാനവാസ് പറയുകയാണ്, അളിയ നീ ആരെയാണ് പേടിക്കുന്നത്, നീ പറയാന്ന് അനിമോളുടെ അടുത്ത്. ഉടനെ അനിമോൾ, എന്റെ അളിയ എനിക്ക് ഒരുത്തിനെയും പേടിയില്ല, ഒരുത്തിയെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുവാണ്. ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരുത്തി എന്ന് പറഞ്ഞാൽ റെന. ലെഫ്റ്റിലും റൈറ്റിലും ഇരുന്ന് എരികേറ്റി വിട്ടോണ്ടിരിക്കുകയാണ് അഭിപ്പന്നനും ഷാനവാസും കൂടി. ഒനിയിലധികം പറഞ്ഞതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. അഭിപ്പന്നൻ എന്ന് അഫാനി ഉപയോഗിച്ച വേർഡാണ് കേട്ടോ, പുള്ളി തെറ്റാതെ പറയുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം. എന്നിട്ട് ഷാനവാസും ടീമും നമുക്കെതിരെയാണ് ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുവിനെ സംബന്ധിച്ചിടത്തോളം എന്നെയാണ് അവളെ ടാർഗറ്റ് ആക്കാൻ പോകുന്നതെന്ന് അഫാനി പറയുന്നു. അപ്പൊ അക്ബർ പറഞ്ഞു, ഇമാതിരി ചീപ്പ് ഗെയിമും കളിച്ചിട്ട് പോയി അവിടെ ഇരുന്ന് പ്ലേറ്റ് തിരിക്കുവാണല്ലേ, ഇവിടെ ഡ്യൂട്ടി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അനീഷേട്ടൻ ആദ്യത്തെ വീക്കിലൊക്കെ ഇറക്കിയ സെയിം സ്ട്രാറ്റജി അതാണ് ഇപ്പൊ അവൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ അപ്പാനി, അനീഷൊക്കെ ഇപ്പൊ സെറ്റായടാ, വൈബാണ് ഇപ്പൊ, ആ ഗെയിമൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി എന്ന് അപ്പാനി പറയുന്നു. അനുവിനെ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കി ഇത്തിരി അത് നമ്മളുമായിട്ടൊക്കെ ഉടക്കിയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, ഇല്ലാതെ സംസാരിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് അക്ബർ ഒരു കാര്യം പറയുന്നുണ്ട്, ഷാനവാസിക്ക് എന്നോട് അവിടെ വെച്ച് പറഞ്ഞായിരുന്നു അനുമോളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്, എന്നിട്ടിപ്പോ അത് മാറിയെന്ന്. ഇങ്ങനെയായിരുന്നു ഇവരുടെ ചെറിയൊരു ഡിസ്കഷനാണ്. ഇത് കഴിഞ്ഞ് രണ്ടുപേരും കിച്ചണിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അനുമോളും ഫോർ ദ പീപ്പിളും തമ്മിലുള്ള ആ ഒരു ചർച്ച അവസാനിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴെങ്ങാണ്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് അനുമോൾ അവിടുന്ന് എണീറ്റ് കിച്ചണിലേക്ക് പോയത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.